ദൈവമായിട്ട് ബന്ധപ്പെടുന്ന മനുഷ്യൻ മരിച്ചു. തിന്നുന്ന നാളിൽ നീ മരിക്കും. ആത്മാവ്, മനുഷ്യാത്മാവ്. ദേഹിയിൽ മനസ്സിനെ പറ്റി നാം ചിന്തിച്ചു. മനസ്സ് കുരുടായി, അന്ധമനസ്സ്, തഴമ്പിച്ച മനസ്സ്, ഏകാഗ്രതയും നിർമ്മലതയും ഇല്ലാത്തതായിട്ടുള്ള മനസ്സിൻ്റെ അവസ്ഥ. ഇതുപോലെ ഹിതം, നമ്മൾ സെൽഫിലേക്ക് വീണു. സെൽഫ്, അത് ഞാൻ അതിനെക്കുറിച്ച് വേണ്ടവണ്ണം ചിന്തിച്ചില്ല. എന്നാൽ നമ്മിൽ ഉള്ള അദാമ്യ മനുഷ്യനെ സെൽഫ് എന്ന് ഒരു പേരിൽ അറിയാം, സ്വയം. അതാണ് യേശു കർത്താവ് ശിഷ്യത്വത്തിൻ്റെ പ്രാരംഭ ലെസൺസിൽ അവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ, ഒരുവൻ എന്നെ അനുഗമിപ്പാനിച്ചാൽ തന്നെ താൻ ത്യജിച്ച്, അല്ലേ? സ്വയം ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ്, അല്ലേ? അപ്പോൾ അതിനെ ത്യജിക്കുവാനായിട്ട് ഉള്ള ആവശ്യകത. ഇമോഷനെ പറ്റി നമ്മൾ ചിന്തിച്ചു. ശരീരത്തിൻ്റെ അവയവങ്ങളിൽ പാപത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതപ്പെട്ടുപോയി, അല്ലേ? അപ്പോൾ മുൻകഴിഞ്ഞ നമ്മൾ ചെയ്തു പോകുന്ന പാപമുണ്ട്, അകത്ത് വസിക്കുന്ന പാപത്തിൻ്റെ റൂട്ട്. അത് ഞാൻ എഴുതുമ്പോൾ ക്യാപിറ്റൽ SIN, സിൻ, അകത്ത് വസിക്കുന്ന. മറ്റേത് സ്മോൾ SIN, സിൻസ്, ചെയ്തു പോകുന്ന പാപം. അപ്പോൾ കോപത്തിൻ്റെ ഒരു വിത്ത് വേര് അകത്തുണ്ട്, അല്ലെങ്കിൽ ഒരു വൃക്ഷം അകത്തുണ്ട്. മറ്റേത് ഫലമാണ്, അല്ലെങ്കിൽ പ്രവർത്തികൾ. അപ്പോൾ ഇതാണ് ആകത്തുക. പാപത്തിൽ വീണ ഒരു മനുഷ്യൻ്റെ ആകത്തുക. എന്നാൽ ഇവനിൽ സെൽഫിൽ പല കാര്യങ്ങളുണ്ട്. സെൽഫ് വില്ലുണ്ട്, സെൽഫ് റൈച്വസ്നെസ്. ഒരു വലിയ അപകടകാരിയാണ്. കാരണം നമ്മുടെ സ്വയ നീതിയിൽ ദൈവനീതി നമുക്ക് മറഞ്ഞു കിടക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, അല്ലേ? ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവനീതി തന്നെ ലഭിച്ച്. വളരെ ആ വ്യത്യാസം മനസ്സിലാക്കണം, സ്വയനീതിയും ദൈവനീതിയും. അപ്പോൾ നാം ഇതിൽ നിന്നെല്ലാം ഉദ്ധരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു പുതിയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ, ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു, അത് പുതുതായിട്ട് തീർന്നിരിക്കുന്നു, അല്ലേ? പ്രാരംഭത്തിൽ വിശ്വാസത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. എന്നിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്താലും ആത്മാവിനാലും വലിയ ചേഞ്ച് നമ്മുടെ ഉള്ളിൽ നമ്മളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എല്ലാം വിശ്വാസത്താലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് തേജസ്സിലേക്ക് നമ്മൾ യാത്ര ആരംഭിക്കുക, അല്ലേ? പാപത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ എപ്രകാരമാണ് തേജസ്സിലേക്ക് ഒരു യാത്ര തുടങ്ങുന്നതും ആരംഭിക്കുന്നതും ആ യാത്ര ചെയ്യുന്നത്. യാത്രയുടെ പ്രാരംഭമായിട്ടുള്ള സന്ദേശമാണ് മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ. മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭ ദൂതവാഹിയാണ്. എല്ലാവരും അധ്യായം നല്ലതുപോലെ ഉൾക്കൊണ്ടോണം. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ, ഈ തേജസ്സിലേക്കുള്ളൊരു യാത്രയുടെ ഔട്ട്ലൈന് നമുക്ക് കാണാം. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുക. സ്വർഗരാജ്യം. മറ്റ് സുവിശേഷങ്ങൾ ദൈവരാജ്യം എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പലരും എന്നോട് ചോദിക്കാറ്, തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട. ബേസിക്കലി ഇത് സെയിം തന്നെയാണ്, സ്വർഗരാജ്യം ദൈവരാജ്യം. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇവിടെ സ്വർഗരാജ്യം എന്ന് പറയുന്ന വാക്കുകളെല്ലാം മർക്കോസിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ
ദൈവരാജ്യം എന്നാണ് കാണിച്ചത്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട. സ്വർഗരാജ്യം, 2 മാനസാന്തരം, 3 പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനം. ഇവിടെ മാനസാന്തര സ്നാനം എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. ഇത് പുതിയ നിയമത്തിലെ വിശ്വാസ സ്നാനത്തിൻ്റെ ലെവലിലായിട്ടില്ല. മാനസാന്തര സ്നാനം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. പരിശുദ്ധാത്മാവിലും തീയിലുമുള്ള സ്നാനം. ന്യായവിധി 12. വീശുമുറവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരിയിൽ കൂട്ടിവയ്ക്കുകയും പതിർക്കെടാത്ത തീരിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ന്യായവിധി. ഇനിയും ഉള്ള വിഷയം, അത് നമ്മുടെ യേശു കർത്താവ് രംഗത്ത് വരുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ സ്നാനമേൽക്കുവാൻ വരുന്നു. നീതിയുടെ നിവർത്തി, ദൈവ നീതിയുടെ നിവർത്തി. നമ്മൾ സ്നാനമേൽക്കുന്നത് ദൈവനീതി നമ്മളിലൂടെ നിവൃത്തിയാകുവാനായിട്ടാണ്. എന്നിട്ട് പ്രിയപുത്രന്, ദൈവം പ്രസാദിക്കുന്ന പ്രിയപുത്രൻ, ദൈവം പ്രസാദിക്കുന്ന പ്രിയപുത്രൻ. ദൈവം പ്രസാദിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. തുടക്കം, എന്നിട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ദൈവരാജ്യം എന്ന്, അല്ലെങ്കിൽ സ്വർഗരാജ്യം നമ്മൾ കണ്ടപ്പോൾ ഇതിന് വിരുദ്ധമായിട്ടുള്ള ലോകരാജ്യം എന്നൊരു രാജ്യമുണ്ട് അല്ലേ? നമ്മൾ ഭൂമിയിൽ പിറന്നു വീഴുന്ന എല്ലാവരും ആ ലോകരാജ്യത്തിലാണ് ജനിക്കുന്നത്. ലോകരാജ്യത്തിൻ്റെ സ്വഭാവമായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് ലോകവുമായിട്ട് പെട്ടെന്ന് നമുക്ക് ഇഴുങ്ങി ചേരുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം അത് കാണണം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം. അതിന് കാണണമെങ്കിൽ പുതുതായിട്ട് ജനിക്കണം. പുതുതായിട്ട് ജനിക്കണം. കാണുക, കടക്കുക, 2 കാര്യം പറയുന്നുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും പുതുതായിട്ട് ജനിച്ച് സ്വർഗരാജ്യത്തിൽ കടക്കുക. ആർക്കും കടപ്പാൻ കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. ആദ്യത്തെ സംഭവം നമ്മൾ കാണുക എന്നുള്ളതാണ് അല്ലേ? അവിടാണ് മാനസാന്തരം എന്നുള്ളൊരു മേഖലയാണ് നല്ലത്. നീതിയുടെ നിവൃത്തി. അതിന് ശേഷം ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് തന്നിൽ വസിക്കുവാനായിട്ട് തൻ്റെ മേൽ വരുന്നു. എന്നിട്ടാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഞാൻ ജസ്റ്റ് ആത്മാവ് വരിക മാത്രമല്ല, അന്യഭാഷയിൽ സംസാരിച്ചവിടെ നിർത്തുകയല്ല, ആത്മാവ് വസിക്കുവാനായിട്ടാണ് അവിടെ വരുന്നത്. ആത്മാവ് നമ്മിൽ, കർത്താവിൽ വസിക്കുവാനായിട്ട്. ആത്മാവ് വസിക്കുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുവാനായിട്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കൽ മാനസാന്തരപ്പെടുകയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനസാന്തരവും പാപമോചനവും. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരോട് അവർക്ക് കൽപ്പന കൊടുക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയാണ്. ഉള്ള സുവിശേഷ വേലയിൽ നാം ആദ്യമായിട്ട് ഒരു കൂട്ടം വരിക, അവർ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സന്ദേശം മാനസാന്തരവും പാപമോചനവുമായിരിക്കണം. അവർക്ക് പ്രശ്നങ്ങൾ കാണുമ്പോൾ അതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തതിന് ശേഷം അവരെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് ആക്ച്വലി അവിടെ എല്ലാ പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് അവരെ അറിയിക്കണം. പാപം ഒരു 2, 3, 4 വാക്യങ്ങൾ അറിയിച്ചാൽ മതി. അതിനകത്ത് സന്ദേശമുണ്ട്. ദൈവത്തിന് ആത്മാ പ്രവർത്തിച്ചോളൂ. നമ്മളതിനെക്കുറിച്ച് പറയേണ്ട അല്ലേ?
ഇപ്പോൾ പാപം മൂലമാണ് ഈ പ്രശ്നങ്ങളെല്ലാം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മൾ പ്രശ്നത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. അത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. അവർക്ക് മാനസാന്തരം എന്താണ്, പാപമോചനം എന്താണെന്നുള്ളത് അവരെ അറിയിക്കണം. നമ്മളും അറിഞ്ഞിരിക്കണം. പലർക്കും അറിഞ്ഞുകൂടും. അപ്പോൾ മാനസാന്തരം മനസ്സിന് അന്തരം. കുരുട്ടുബുദ്ധിയായിരുന്നു അല്ലേ? നമ്മൾ കുരുട്ടുബുദ്ധി എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. മനസ്സ് ലോകത്തിന് അനുരൂപമായിട്ടുള്ള മനസ്സ്. ദൈവികതം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്തൊരു മനസ്സ്. ദൈവമായിട്ട് അടുക്കുന്നൊരു മനസ്സല്ല. നമ്മുടെ ഏകാഗ്രതയിൽ നമുക്കെന്നെ അറിയാം, പ്രാർത്ഥനയിൽ നമുക്ക് ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വേണ്ട രൂപാന്തരം വന്നിട്ടില്ല. ഇറ്റ്സ് എ പ്രോബ്ലം. ഇത്തിരി ലോകം മനസ്സിൽ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ മനസ്സ് ദൈവത്തോട് ഏകാഗ്രമാകും തോറും നമുക്ക് മനസ്സിലാകുന്നത് മനസ്സ് രൂപാന്തരപ്പെടുന്നുണ്ട്. ഓക്കെ. അതുപോലെ മനസ്സ് രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ ദൈവഹിതം, നമ്മൾ ഏതെങ്കിലുമൊക്കെ കുരുക്കി ചെന്ന് ചാടും. ദൈവഹിതമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവനെ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായി, പക്ഷേ പിന്നെ അത് വലിയ കുരുക്കായിത്തീരും അല്ലേ? അപ്പോൾ മനസ്സ് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രവാചകൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ദൈവഹിതം നമുക്ക് തന്നെ. പ്രവാചകനെ നിരന്തരം സഞ്ചരിക്കുന്നവരല്ലെങ്കിൽ സന്ദർശിക്കുന്നവരുടെ അതിൽ നിന്നറിയാം അവരുടെ മനസ്സ് രൂപാന്തരപ്പെട്ടിട്ടില്ല, ഇപ്പോഴും അന്ധതയിൽ കിടക്കുകയാണ് അല്ലേ? അപ്പോൾ ആ മനസ്സിലാണ് ഓർത്തുകൊള്ളണം, നമ്മുടെ ആത്മാവ് ചത്ത് കിടക്കുക, ദൈവമായിട്ട് ബന്ധപ്പെടാനൊക്കത്തില്ല. അപ്പോൾ മനസ്സിലാണ് ആദ്യത്തെ ടച്ച് നമുക്കുണ്ടാകും. മനസ്സെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബുദ്ധി എന്നൊരു മണ്ഡലമുണ്ട്. ആ ബുദ്ധിയിലാണ് നമ്മളിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ ബുദ്ധിയിൽ ഒരു ടച്ച് ഉണ്ടാകില്ല, മനസ്സിൻ്റെ മേലൊരു ടച്ച് ഉണ്ടാകും. അവിടെയാണ് നമുക്ക് റിയലി ആത്മാവിൽ പാപബോധം മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നുണ്ട്, പാപം കള്ളം പറയുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് നമുക്ക് തെറ്റാണെന്ന് അറിയാമെങ്കിലും ഇവിടെ പറയുന്ന ഈ പാപബോധം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഉള്ളിൽ സ്പർശനമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലാകും പാപം. അവിടെയാണ് അനുതാപം ഉണ്ടാകും അല്ലേ? പാപബോധം ഉണ്ടാകുമ്പോൾ കണ്ണുനീര് വരും. സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം വേണമെങ്കിൽ പാപബോധമെന്നുള്ളത് മനസ്സിന് അന്തരം ഉണ്ടാകുന്ന ഒരനുഭവം. അല്ല എങ്കിൽ അനുതാപമില്ലാത്ത റിയൽ മാനസാന്തരം അല്ല. കാരണം നമുക്കിപ്പോഴും ഒരാളെ സ്നാനപ്പെടുത്താൻ വേറെ പല കാര്യങ്ങളും ഉപയോഗിക്കാം. കാര്യങ്ങളെല്ലാം നേരെയാകും, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മെസ്സേജ് കൊടുക്കാമെങ്കിൽ അവർ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ സ്നാനപ്പെടും. പക്ഷേ പാപബോധമെന്നുള്ളത് ഉളവായിട്ടില്ല എങ്കിൽ അത് ശരിയായിട്ടൊരു മാനസാന്തരം അല്ല. ആ മാനസാന്തരം ആദ്യത്തെ ആ ഒരു അല്ലെങ്കിൽ ഒരു സംഭവം കൊണ്ട് തീരുന്നില്ല. ജീവിതയാത്രയിൽ നമ്മൾ സ്നാനപ്പെട്ട ഒരാൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മിലുള്ള മറ്റ് പാപത്തിൻ്റെ മേഖലകൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ആത്മാവ് കാണിച്ചു തരാൻ തുടങ്ങും. അത് അകത്ത് നമുക്ക് മനസ്സിലാവും ഇല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പം പകയെന്നുള്ളതൊക്കെ ദൈവത്തിന് ആത്മാവ് വെളിപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര ആഴമൊരു പാപബോധം ഉണ്ടാകും അല്ലേ? നമുക്കെല്ലാം അറിയാം. നമുക്കിപ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ അല്പം അകത്ത് വെച്ചേക്കും. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ചൂണ്ടിക്കാണിക്കും. എനിക്ക് അങ്ങനെ കഴിഞ്ഞ നാളുകളിലും സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നതുകൊണ്ട് മുറുകെ പറ്റുന്ന പാപമൊക്കെയാണ് മറിഞ്ഞു കിടക്കുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാ. വിശ്വാസ സ്നാനം സ്വീകരിക്കുന്ന മേഖലയിലുള്ള മാനസാന്തരത്തിൻ്റെ മേഖലയിലുള്ള കൺവിക്ഷനൊന്നും അല്ല. അന്നേരം അടുത്തടുത്ത ലെവൽ വരുമ്പോൾ കൺവിക്ഷൻ കൂടും, കണ്ണുനീരൊക്കെ കൂടും. ബൈ ദ വേ, ആദ്യം കൺവിക്ഷൻ ഇല്ലാതെ സ്നാനപ്പെടുന്ന ഒരാളിന് പിന്നെ കൺവിക്ഷൻ വരാൻ വളരെ പ്രയാസം. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ പാപബോധം
വരാത്ത ഒരാൾ സ്നാനപ്പെട്ട് പിന്നെ അവർക്ക് പാപബോധമുണ്ടാകും, വളരെ പ്രയാസം. എന്ന് പറഞ്ഞാൽ അവർക്ക് പാപബോധം ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടാകുന്നേ ഇല്ല. ഏത് പാപം ചെയ്താലും അവർക്കത് പാപമായിട്ട് തോന്നുകയില്ല. അല്ലേ? ഇപ്പോൾ സഭകളിൽ എന്ത് അന്യായങ്ങളാണ് നടക്കുന്നത്, അന്യായങ്ങളാണ് നടക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്നവർക്ക് അതൊരു പാപമായിട്ട് ബോധം. അതുകൊണ്ടാണ് ഇനീഷ്യലി ആ പാപബോധം വളരെ ഇമ്പോർട്ടൻ്റ്. പത്രോസ് അപ്പോസ്തലൻ്റെ ആ പ്രസംഗത്തിൽ, ആദ്യത്തെ പ്രസംഗം അല്ലേ, ആ പ്രസംഗത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യനായി വന്ന യേശു ക്രിസ്തു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, സ്വർഗ്ഗാരോഹണം ചെയ്ത ക്രിസ്തു, 4 വിഷയങ്ങളാണ് അപ്പോസ്തലൻ അവിടെ പ്രസൻറ്റിങ് ക്രൈസ്റ്റ്. അപ്പം അത് കേട്ടാണ് കുത്തുകൊണ്ട് കുറച്ച് പേര് മുന്നോട്ട് വരുന്നത്. സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അവരോട് പത്രോസ് പറയുന്നത്, അപ്പോസ്തലപ്രവൃത്തി 2:38 പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, അവിടെ മാനസാന്തരം എന്നാണ് തുടങ്ങുന്നത്, പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന്, ഇപ്പോൾ പാപബോധം അവർക്കുണ്ടാകും. ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഓർത്തോണം, സ്നാനപ്പെട്ട ഒരുവന് അവന് പിന്നെ ചില വർഷങ്ങൾ കഴിഞ്ഞ് ആത്മസ്നാനം കിട്ടിയാൽ മതി എന്നൊരു ബോധം, അങ്ങനൊരു സന്ദേശം കൊടുക്കരുത്. അല്ല, അന്നേരം അതിൻ്റെ ആവശ്യം നമ്മൾ ആത്മസ്നാനത്തെ പറ്റി ഒന്നും പറയുന്നില്ല എങ്കിൽ അവർ ഉടനെ ആത്മസ്നാനം പ്രാപിക്കുകയില്ല. അപ്പോൾ 2 സ്നാനവും ഒരേ സമയത്ത്, അതായത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനവും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനവും ആത്മസ്നാനവും 2 കൊടുത്തിരിക്കണം. അത് ശുശ്രൂഷന്മാർ എനിക്ക് പറയാനുള്ളത്, സ്നാനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അല്ലേ ആത്മസ്നാനം ലഭിച്ചിരിക്കണം. ശ്വാസത്തിൻ്റെ ഹയർ ലെവലിലൊക്കെ വരുമ്പോൾ ഈ വചനമൊക്കെ വളരെ ശക്തമാകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് സ്നാനക്കടവിൽ നിന്ന് കയറി എഫെസോസിലൊക്കെ നടന്നുമുള്ള സ്നാനം അല്ലെങ്കിൽ ആത്മസ്നാനം ഉണ്ടാകും. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ മേലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നു, അന്യഭാഷകൾ ദൈവത്തെ. അതല്ല എങ്കിൽ അടുത്ത 1-2 ദിവസം 3 ദിവസം അങ്ങോട്ട് ക്ലിയറിയാണ് കാത്തിരിപ്പ്. അത്രയൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമുക്കറിയാം, എവിടെയും പല സ്ഥാനങ്ങളിൽ സന്ദേശം വളരെ സിമ്പിളായിട്ട് കൊടുക്കുന്നു. കൊടുത്ത സന്ദേശം ഇത് വിശ്വസിക്കണം, ആത്മസ്നാനം എന്നുള്ളത് വിശ്വസിക്കണം, അതിനു വേണ്ടിയുള്ള ദാഹം ഉണ്ടാകണം, വിശ്വാസത്തോടുകൂടെ യാചിക്കണം അല്ലേ. ശുശ്രൂഷകന്മാർ ആത്മീക നിലവാരത്തിലേക്ക് വരണം. ഒരു വചനം കൊടുക്കുമ്പോൾ വളരെ കൺവിക്റ്റിംഗ് ആയിട്ട് അല്ലേ, ആത്മീക നിലവാരത്തിലേക്ക് വരണം. അല്ല, കുറച്ചുപേര് സ്നാനപ്പെടുത്തി എന്നുള്ളതല്ല, സ്നാനപ്പെടുന്നതൊക്കെ റിയൽ സ്നാനങ്ങളായിരിക്കണം. എന്നിട്ട് ആ കൺവിക്ഷനിൽ കൊടുക്കുമ്പോൾ സ്നാനാർത്ഥിക്കും അതേ കൺവിക്ഷൻ കിട്ടും. അപ്പോൾ സ്വർഗരാജ്യം, പാപബോധം, ഏറ്റുപറയുക, പാപമോചനം, അനുതാപം, നീതിമാന്മാരെ അല്ല കർത്താവ് രക്ഷിക്കാനായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് പാപബോധം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. റിപ്പൻറ്റ്, കൺവേർഷൻ. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ, റൈറ്റായിട്ടുള്ള പ്രസംഗം കേട്ടാണ് മാനസാന്തരം, ട്രൂ റിപ്പൻറ്റൻസ്. 21:32 യോഹന്നാൻ നീതി മാർഗം ഉപദേശിച്ച് കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നീതിയുടെ മാർഗമാണ്, നീതിയോടെ ജീവിക്കുവാനായിട്ടുള്ള മാർഗമാണ്. അല്ല, സ്നാനപ്പെട്ടിട്ട് അനീതിയോടെ ജീവിക്കാനല്ല. നിങ്ങളവനെ വിശ്വസിച്ചില്ല, എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങളവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. ഉള്ള വിശ്വാസവും അനുതാപവും. മനസാന്തരത്തിൽ അനുതാപമുണ്ട്, കണ്ണുനീരുണ്ട്, ചെയ്തു പോകുന്ന തെറ്റുകളെ കുറിച്ചുള്ള ബോധം വരും. അയ്യോ, ഞാനിങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കേട്ടു. അത് പല സ്ഥാനങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. സ്നാനപ്പെട്ടവരാണ് അല്ലേ. പ്രൈസ് ഗോഡ്. പല സ്ഥാനങ്ങളിൽ അനുദപിച്ചില്ല.
ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രയും മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു. അപ്പോൾ സ്വയം നീതിയിലുള്ളവർക്ക് ഒരു കാലത്തും പാപബോധം ഉണ്ടാകത്തില്ല. അതാണ് പെന്തിക്കോസ്റ്റിലുള്ള ഒരു പ്രോബ്ലം. അവിടെ കുടുംബത്തിൽ ജനിച്ച് വളരുന്നവർക്ക് അവർ പ്രായമാകുമ്പോൾ സ്നാനപ്പെടും, യഥാർത്ഥ ഒരു പാപബോധം പലർക്കും ഉണ്ടാകുന്നില്ല. മാനസാന്തരം എന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 3:19 ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വഴിയെ പോകുന്നു, അത് പാപത്തിലേക്കുള്ള യാത്രയാണ്, പാപത്തിൻ്റെ പാതയാണ്. അപ്പോൾ നമ്മൾ ഈ ദൈവവചനം കേൾക്കുന്നു, സ്നാനപ്പെട്ട അതേ പാതയിൽ കണ്ടിന്യൂ ചെയ്യുവാനല്ല, അവിടെ വഴി തിരിയേണ്ടതായിട്ടുണ്ട്. റൈറ്റ് പാത തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. തിരിഞ്ഞുകൊള്ളുവിൻ. കൺവേർഷൻ എന്നൊരു വാക്കാണ് ഇംഗ്ലീഷ്, കൺവേർട്ടഡ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ വളഞ്ഞ വഴി വിട്ട് തിരിഞ്ഞ് നേരെയുള്ള പാതയിലൂടെ സഞ്ചരിക്കുക. കറക്റ്റാണ്. ഓ ഹല്ലേലൂയ. ചെറിയ നോട്ടുകളൊക്കെ നല്ലതാണ്. അപ്പോസ്തല പ്രവൃത്തി 26:18 അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുക. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക്. വലിയ കൂട്ടം സ്നാനം, ഒരു തിരിവുമില്ല, അതുപോലെ അങ്ങ് പോവാം. ഒരു കാര്യം നടക്കാം, ഒരു യോഗത്തിന് കൂട്ടത്തിന് പാട്ടുപാടും, കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ജീവിത രീതി സെയിം ആയിരിക്കും. അല്ലേ? അത് ശരിയായ മാനസാന്തരം അല്ല. 20 ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്നും പ്രസംഗിച്ചു. ഒരു കാര്യം കൂടെ എഴുതണം. ഒന്ന്, മാനസാന്തരം എന്ന് പറയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുക. അടുത്തത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. ഒരു സ്നാനപ്പെടാൻ വരുന്ന ഒരാൾക്ക് ഇത് കൊടുക്കണം. മനസ്സിലാക്കും, കുഞ്ഞെ സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാലേ ഒക്കത്തു. അല്ലേ? നീ തീരുമാനമെടുക്കുമ്പോൾ ഓർത്തുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഓ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയയാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്, അല്ലാതെ നമ്മുടെ പരിപാടിയല്ല ഇത്. ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുമെന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? റോമാലേഖനം 2:4. നല്ല ഉറപ്പുണ്ടായി, ദൈവത്തിൻ്റെ കൃപയാണ്. മാനസാന്തരം ജീവപ്രാപ്തിക്ക്. ജീവപ്രാപ്തി. അപ്പോസ്തല പ്രവൃത്തി 11:18. ഇംഗ്ലീഷിൽ റിപ്പൻറ്റൻസ് ദാറ്റ് ലീഡ്സ് ടു ലൈഫ് എന്ന്. മാനസാന്തരപ്പെട്ടപ്പോൾ ജീവൻ പ്രാപിച്ചെന്നല്ല, ജീവപ്രാപ്തിക്ക്. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തി 11:18. ഇവിടെ ഒരു വിഷയം കൂടെ ഓർത്തോണം. ഇവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ചു. ഇപ്പോൾ മാനസാന്തരം എന്നുള്ളത് ജസ്റ്റ് ഒരു പാപബോധത്തിൽ നിൽക്കുന്നതല്ല. ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ
ആത്മാവിൻ്റെ ആ നിറവൂടെ ഉണ്ട്. അത് ജീവപ്രാപ്തി. വെളിപാട് പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം ഇത് ദൈവമക്കളാണ്, എന്നാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്. അപ്പം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഇത് വീണ അവസ്ഥയാണ്. എന്നാൽ മറഞ്ഞു കിടക്കുന്ന പ്രാപമുണ്ട് നമ്മുടെ അതായത് സ്നാനത്തിന് ശേഷം ദൈവം നമ്മളെ വെളിപ്പെടുത്തും. നമുക്കത് അറിഞ്ഞുകൂടാ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു പാപബോധമേ, നമുക്കതൊരു പാപമാണെന്നുള്ള ബോധമേ വരുന്നില്ല. അതാണ് എല്ലാവരും ചെയ്യും. ഇപ്പം നമ്മളിന്ന് ഗോസിപ്പ് പറയുകയാണെങ്കിൽ അത് പാപമാണെന്ന് ആരാ വിശ്വസിക്കുന്നത്? നമ്മളെപ്പോഴും പറയും വലിയൊരു പാപമാണെന്ന്. നമുക്ക് ബോധം വരുമ്പോഴാണ് നമുക്കതിനകത്തുനിന്ന് വിടുതൽ കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുക. വെളിപ്പാട് 3:3 ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അവിടെയും മാനസാന്തരം, കാരണം അവിടെ എല്ലാം സഭയ്ക്ക് പ്രോബ്ലമുണ്ട്. അപ്പോൾ അവരെ വീണ്ടും മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഒരു പരീശനും ഒരു ചുങ്കക്കാരനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആലയത്തിലേക്ക് ചെല്ലും. ലൂക്കോസ് 18. അതിൽ പരീശൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവൻ തന്നോട് തന്നെ വിളിച്ച ദൈവമേ എന്നാണ് വിളിക്കുന്നത്. മലയാളത്തിൽ അത് 18:13 പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, കാരണം തന്നോട് തന്നെ അവൻ തന്നെ ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായ്കയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിനൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് വളരെ ഗുഡ് എക്സാമ്പിൾ. ചുങ്കക്കാരന് ദൂരത്ത് നിന്ന് കൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ, പാപിയായ എന്നോട്. ഇതാണ് യഥാർത്ഥ മാനസാന്തരവും പാപമോചനം. എന്നിട്ട് പറയുന്ന അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. വിശ്വാസമുള്ള നീതീകരണം. വിശ്വാസമുള്ള നീതീകരണത്തിൽ യഥാർത്ഥമായിട്ടുള്ള അനുതാപം ഉണ്ടായിരിക്കണം. യഥാർത്ഥമായിട്ടുള്ള അനുതാപം. ആയതുപോലെ ഒരാൾ ഈ പാപബോധമുണ്ടായി, പാപബോധം ഉണ്ടായിട്ട് സ്നാനപ്പെടുവാൻ വരുമ്പോഴാണ് ഏറ്റുപറയുന്നത്. അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. വെറുതെ പറയുകയല്ല, ഏറ്റെന്ന് പറഞ്ഞാൽ കല്ലേർ ഏറ്റു. അത് ഭയങ്കര ഇഫക്റ്റ് ഉണ്ട് അല്ലേ? അടികൊണ്ടെന്ന് പറഞ്ഞ പോലെ കല്ലേർ ഏറ്റു, മർദ്ദനം ഏറ്റു. അപ്പോൾ അത് ജസ്റ്റ് പറയുന്നതല്ല, അതിനകത്ത് ഭയങ്കരമായിട്ട് ആഴമേറിയ ഒരു ഇഫക്റ്റ് ഉള്ളിൽ ഉണ്ട്. അപ്പോൾ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ആയതുപോലെ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഇംഗ്ലീഷിൽ കട്ടെന്നൊരു വാക്ക് അല്ലേ, എന്ന് പറഞ്ഞാൽ വലിയൊരു വാള് കൊണ്ട് കട്ട് ചെയ്യുന്നൊരനുഭവം. 2 കൊരിന്ത്യർ 7:9-10 വാക്യങ്ങൾ. ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. അടുത്തത്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കും. അനുതാപം വരാത്ത മാനസാന്തരം, അങ്ങനെ മാനസാന്തരം ഉണ്ടോ? ഇവിടെ പറയും ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ് അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നത്. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു അല്ലേ? മാനസാന്തരത്തിനുള്ള
ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷയ്ക്കായിട്ട് ഉതവുമ്പോൾ ലോകത്തിൻ്റെ ദുഃഖം മരണത്തെ ഉളവാക്കും. യൂദായും അനുതപിച്ചു, പക്ഷെങ്കിൽ അത് മരണത്തിനുള്ള അനുതാപമായിരുന്നു. ഗിൽറ്റാണ്. അപ്പോൾ ഇത്രയും മാനസാന്തരം പറഞ്ഞതിൻ്റെ ഉദ്ദേശം മാനസാന്തരപ്പെട്ടിരിക്കണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടും. വിശ്വാസസ്നാനം ഒരു വലിയ വിഷയമാണ്. ഒത്തിരി ഇതുപോലെ വാക്യങ്ങളും കോണ്ടെക്സ്റ്റുമുള്ള മറ്റുപദേശങ്ങൾ ബൈബിളിലില്ല. ഏറ്റവും കൂടുതൽ ഹോളി സ്പിരിറ്റിനെ പറ്റി ഹോളി സ്പിരിറ്റാണ് ഏറ്റവും കൂടുതൽ. വാട്ടർ ബാപ്റ്റിസം. മാനസാന്തരപ്പെടുന്ന ഒരുവനെ ആയിരിക്കണം സ്നാനപ്പെടുത്തേണ്ടത്, അല്ലേ? മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനം ഉള്ള സ്നാനത്തിൻ്റെ ഒരു ഉദ്ദേശം പാപങ്ങളുടെ മോചനം. ദൈവകൽപ്പന ദൈവം പറഞ്ഞിരിക്കും. ചില ചോദിക്കും വെള്ളത്തിന് കഴുകണം. അതൊക്കെ നമ്മുടെ ആർഗ്യുമെൻറ്റ്സാണ്. ദൈവം ഇങ്ങനെ കൽപ്പന ഇട്ടിരിക്കുമ്പോൾ അതനുസരിച്ചാണ്, അല്ലെ? വിശ്വസിച്ചുകൊണ്ട് ദൈവവചനം നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്കാണ് അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തി ആകുന്നത്. യേശു സ്നാനം ഏൽക്കുമ്പോഴാണ് സ്വർഗം തുറക്കുന്നത്. പരിശുദ്ധാത്മാ പ്രാപന്ന പോലെ അവൻ്റെ മേലെ. അത് വലിയ സംഭവമായി ഇപ്പം സ്നാനം എന്ന് പറയുന്നത്, അല്ലേ? അത് വലിയൊരു ആത്മീക ശുശ്രൂഷ. ആളുകളിൽ അത് വെറുതെ ഒരു ചടങ്ങ് പോലെ ആക്കുന്നുണ്ട്. അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ വിശ്വാസ സ്നാനം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ദൈവം ഇട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കൽപ്പന, അല്ല? വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നത്. ആയതുപോലെ ലൂക്കോസ് 7:29 ഒരു വാക്യമുള്ളത്. മലയാളത്തിൽ അത്രത്തോളം അത് ക്ലിയർ അല്ല. ഇംഗ്ലീഷിൻ്റെ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്രകാരം വായിക്കുക: എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാൻ്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചെന്നാണ് മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ റിയലി വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ദൈവനീതി സ്വീകരിച്ചെന്ന്. ദൈവനീതി സ്വീകരിച്ചു അല്ലെങ്കിൽ അംഗീകരിച്ചു. അത് വിശ്വാസമുള്ള നീതീകരണം. ഒരാൾ സ്നാനപ്പെടുമ്പോൾ ബോധമുണ്ടായിരിക്കണം. സ്നാനപ്പെടുമ്പോൾ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഞാൻ സ്നാനപ്പെടുമ്പോൾ പാപങ്ങളുടെ മോചനം കിട്ടുന്നു. അത് വിശ്വാസത്താലുള്ള നീതീകരണം. സ്വർഗം ആ പാപത്തെ മുൻകഴിഞ്ഞ പാപങ്ങളെ ക്ഷമിക്കുന്നു. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവന് രക്ഷിക്കപ്പെടും. സ്നാനപ്പെടുന്നതിൻ്റെ ഉദ്ദേശം, അല്ലേ? റോമാലേഖനം 6-ാമത്തെ അധ്യായം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. നാം വായിച്ചു. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപങ്ങളുടെ മോചനത്തിനായിട്ടുള്ള വിശ്വാസ സ്നാനം. ഇവിടെ റോമാലേഖനം 6-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിക്കുക എന്നുള്ള അത് വ്യക്തമായി ഡിഫൈൻ ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാണ്. അതെന്താണ് യേശുക്രിസ്തുവിനോട് ചേരുക? എന്നാൽ ഇത് പഠിച്ചിരിക്കണം, ഇതിന് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം 6-ാമത്തെ അധ്യായം നിങ്ങളിനിയും പേഴ്സണൽ സ്റ്റഡി, അതെല്ലാം വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കേണ്ടത്. എന്നാൽ പല കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണമെന്ന് പറയുന്നു, അറിയണമെന്ന് പറയുന്നു, സമർപ്പിക്കണമെന്ന് പറയും, അല്ലേ? ഇവിടെ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട്, യേശുക്രിസ്തുവിൻ്റെ അടക്കത്തോട്, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനോട്, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോട്, അല്ലേ? ജീവൻ്റെ പുതുക്കത്തിൽ യേശുക്രിസ്തു ആത്മാവിനാലാണ് ജീവിച്ചത്.
നാമും ജീവൻ്റെ പുതുക്കത്തിൽ. ആയതുപോലെ യേശുക്രിസ്തുവിനോട് ചേരും. അവിടെ കൊണ്ട് തീരുന്നില്ല. യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്ന അവസ്ഥ, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കും. ഇപ്പം എത്ര മേഖലയായി? യേശുക്രിസ്തുവിനോട് കൂടെ മരിക്കുക. ആരാ മരിക്കുന്ന അവിടെ? ആ മനുഷ്യൻ്റെ പേരെന്താ? ആദാമ്യ മനുഷ്യൻ. ആരെയാ കുഴിച്ചിട്ടത്? ആദാമ്യ മനുഷ്യൻ. ഇതാ വിശ്വാസമാണ് നമ്മൾ എടുക്കണം. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചത്തം കുഴിച്ചിട്ട് പിന്നെ എങ്ങനെ അവൻ പാപം ചെയ്യുന്നു? ഇതാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, അല്ലേ? ചത്തില്ലെങ്കിൽ പാപം ചെയ്യും. പാപം വീണ്ടും പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അതവൻ ചത്തിട്ടില്ല, അല്ലേ? ഉള്ള യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ ആത്മാവിനെ വേണം. ഏതാത്മാവിനെ? പരിശുദ്ധാത്മാവിനെ. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മുളി വരുമ്പോൾ വീണ്ടും ജനനം സംഭവിക്കുന്നു. നമ്മുടെ ആത്മാവ് ജനിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ മാതൃക, ജീവിത മാതൃകയിൽ യേശുക്രിസ്തു മാതൃകയാണ്. പെട്ടെന്ന് സ്വർഗം തുറക്കുന്ന പരിശുദ്ധാത്മാവ് ദേഹരൂപം തന്നെ മേലെ വരുന്നു. പിന്നെ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങുന്ന ആത്മാവിനാൽ നടത്തപ്പെടും. ഇതാണ് ജീവൻ്റെ പുതുക്കത്തിൽ ഉള്ള നടപ്പ്, അല്ലേ? ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, അല്ലേ? അതെല്ലാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നൊരു ധാരാളം. അപ്പം നമ്മുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ വരുമ്പോൾ മുഴുവൻ ആത്മാവിൻ്റെ അനുസരണയിലുള്ള ജീവിതമായിരിക്കും. അപ്പോൾ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗസ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ജീവിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അതാണ് ജീവിതം. ഹെവൻലി ലൈഫ്, ഹെവൻലി ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് യേശു കർത്താവ് ഞാൻ ഭൗമികനല്ല, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്നവനായിട്ട് സ്വർഗത്തിൽ, അതാണ് നമ്മുടെ ഈ സ്റ്റാറ്റസ്. നമ്മുടെ പുതിയ മനുഷ്യൻ ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്, സ്വർഗത്തിൽ നിന്നാണ് ജനിച്ചത്. അപ്പം കിട്ടുന്നല്ലേ? ഹല്ലേലൂയ. അവൻ ഇവിടെ ജീവിക്കാനല്ല ജനിച്ചത്, അതാണ് യേശു കർത്താവ് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചു. നമ്മുടെ ആത്മമനുഷ്യന് സ്വർഗത്തിൽ നിന്ന്, ഇല്ലയാ, ഇവിടെ ജനിച്ചു, ഈ മണ്ണിൽ, ഈ കൂടാരത്തിൽ ജനിച്ചു. എന്നാൽ ഇവൻ എവിടെ ഇരിക്കേണ്ടത്? സ്വർഗത്തിലിരിക്കുമ്പോഴാണ് ഈ ലൈഫ് പെർഫെക്റ്റ് ആകുന്നത്. നമുക്ക് ഹെവൻലി ലൈഫാണ് വേണ്ടി, എർത്തലി ലൈഫല്ല, ആദാമ്യ ജീവനല്ല, അല്ലേ? ജീവനാണ് ഈ ചേഞ്ച് മുഴുവൻ വരുത്തുന്നത്. ജീവൻ, അതാണ് ജീവിതം ആയിട്ട് തീരുന്നത്. അപ്പോൾ ഇവിടെ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ അറിയുന്നില്ലയോ, ഒരുപാട് കാര്യം നമ്മൾ അറിഞ്ഞേലേ. അറിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഒരു ഭാഗമാകും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ. 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ ഇതൊന്നും മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, പോയോ? ഇപ്പം ജീവിക്കുന്ന പുതിയ മനുഷ്യനാണ്. അതിൻ്റെ ഡീപ്പർ റിയാലിറ്റി വന്നാൽ ആരായിരിക്കും ജീവിക്കുന്നത്? ഹല്ലേലൂയ, അല്ലേ? നമ്മൾ അരുതാത്ത ചെയ്യുമ്പോൾ പറയും പഴയ മനുഷ്യൻ, യു ഷട്ട് അപ്പ്, അല്ലേ? റിയാലിറ്റി വരണം. അത് ആദ്യം അങ്ങനെയായി തുടങ്ങുന്നത്, അല്ലേ? പഴയ മനുഷ്യൻ അല്ലെങ്കിൽ പുതിയ മനുഷ്യൻ, നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, അല്ലല്ല അവിടെ ഇരിക്കരുത്, അതിൽ ഇൻഡൾജ് ചെയ്യരുത്, അത് സംസാരിക്കരുത്,
അത് കാണരുത്, അത് കേൾക്കുക. ആത്മാവ് പറയണം, മനസാക്ഷി പറഞ്ഞാലൊക്കത്തില്ല. മറ്റേ മനസാക്ഷിയാണ് പറയുന്നത് ശരിയാ തെറ്റാ. മനസാക്ഷിക്ക് ഇച്ചിരിയും ശക്തിയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വരണം. ഓ ഗ്ലോറി. ഇതങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് തുടർമാനമാകുമ്പോൾ സ്തോത്രം, നമ്മൾ അറിയാതെ തന്നെ ആ പഴയ മനുഷ്യൻ ചത്തുകൊണ്ടിരിക്കുക. എത്ര പേർക്കത് കിട്ടി? ഈ വചനത്താൽ നമ്മളെ ഓർപ്പിക്കുകയാണ്, മുട്ടുമേരികൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊരു റിയൽ സംഭവമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വിടുതൽ കിട്ടും. ഭൗമിക മേഖല നമുക്ക് വിടുതൽ കിട്ടും. നമുക്ക് താല്പര്യമില്ലാതാകും. ഇതുവരെ നമുക്കങ്ങ് എൻജോയ്മെൻ്റ്, പക്ഷെ നമുക്ക് താല്പര്യമില്ലാതാകും അല്ലേ? ആമേൻ. മറ്റേ നമ്മുടെ പാരഡൈസ് ആയിരുന്നത് ഇപ്പം നമ്മളോട് കൊണ്ടിടുകയാണെങ്കിൽ നരകമാകും അത്. അങ്ങനെയാണ് നമ്മൾ പാപത്തിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം പ്രാപിക്കുക. നമ്മൾ പുതിയ മനുഷ്യൻ, പുതിയ നേച്ചറായി തീരുക. പക്ഷെ ഇവിടെയാണ് തുടങ്ങേണ്ടത്. എന്നിട്ട് 12-ാമത്തെ വാക്യം മുതൽ ഹെവൻലി ലൈഫിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. തേജസ്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിന് ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുക. നമുക്ക് ആ ബോധം വരും. മൈ ലോർഡ്, ശോ, ഞാൻ എന്ത് കാണിക്കുന്നു? ഞാനൊരു സ്വർഗീയനാണ്, പക്ഷെ എൻ്റെ അവയവങ്ങൾ, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഞാൻ പാപത്തിന് കൊടുക്കുക. നമുക്ക് ആ ബോധം വരാതെ അല്ലേ? കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് വൈരാഗ്യം വരാതെ തുടങ്ങും. ഇത് ദൈവത്തിൻ്റെ അവയവമാണ്, ദൈവത്തിൻ്റെ ശരീരമാണ്, അല്ലെങ്കിൽ ദൈവം എന്നെ സൂക്ഷിപ്പാനായിട്ട് നൽകിയ ശരീരമാണ് അല്ലേ? അതെങ്ങനെ ഞാൻ പാപത്തിന് സമർപ്പിക്കുന്നു? ഇപ്പം നമ്മുടെ ഉള്ളു തുറക്കാൻ തുടങ്ങും. വാ അല്ലേ? ചപ്പച്ചവർ സംസാരിക്കുമ്പോൾ ഇവിടെ ദൈവം തന്നിരിക്കുന്ന നാവ, ഇതെങ്ങനെയാണ് നമുക്ക് ഈ ചപ്പച്ചവർ ഇത് സ്വർഗീയം സംസാരിക്കാനല്ലയോ? അപ്പോൾ നമുക്കത് ഉത്ബോധം വരിക അല്ലേ? ഒരു കൊച്ചു കുഞ്ഞിനൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വിലയേറിയത് കിട്ടിക്കഴിഞ്ഞാൽ അതിനറിഞ്ഞൂടാ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അത് വെച്ചാൽ പന്ത് കളിക്കും. എന്നാൽ നമുക്ക് അത് അപ്പനും അമ്മയും വളരെ വിലയേറിയതായിട്ട് സൂക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കും. അറിഞ്ഞുകൂടെ, സുബോധമില്ല. ആത്മീക സുബോധം എന്ന് പറയും. കുഞ്ഞിന് സുബോധമില്ല. ഇപ്പം നാം നമ്മുടെ ദൈവത്തിൻ്റെ ദൈവത്തിന് വേണ്ടി വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ മനസ്സുമൊക്കെ നമ്മൾ ഈ പാപത്തിൻ്റെ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ആത്മീക സുബോധമില്ലാത്തതുകൊണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ നാവാ നമ്മുടെ നാവ്. ഇപ്പം ഞാനിവിടുന്ന് വചനം അറിയിക്കുമ്പോൾ ഇന്ന് യേശു കർത്താവ് ഇവിടെ വന്ന് യേശു കർത്താവ് പറയേണ്ട വചനമാണ്. എന്നെ ഇവിടെ ആക്കിയിരിക്കുക ദൈവത്തിൻ്റെ അവൻ്റെ നാവായിട്ട്. ഇതങ്ങനെ നമുക്ക് അയ്യോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഗ്ലോറി, ഹല്ലേലൂയ, മാ ലോർഡ് ജീസസ്. അപ്പം നമുക്ക് ആഴമായിട്ട് ആ ബോധം വരും. പ്രാർത്ഥനയിലൊക്കെ നമ്മളെ തന്നെ ഉണർത്തുക. ഓ പരിശുദ്ധനെ, ഇത് അവിടുത്തെ അങ്ങയുടേതാണിത്, ഇതെന്നെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇതെന്നെ അവിടുത്തെ ശുശ്രൂഷ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓ ഇത് കൈകാര്യം ചെയ്ത് സൂക്ഷിപ്പാനായിട്ട്, ഇതിനെ കരുതുവാനായിട്ട് ഇവിടുത്തെ സ്വർഗീയ മേഖലയിൽ തന്നെ അല്ലേ നടക്കുവാൻ എന്നെ സഹായിക്കണം അല്ലേ? അപ്പോഴത്തേക്ക് നമ്മൾ അങ്ങൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഹെവൻലി കോൺഷ്യസ്നെസ് വർദ്ധിച്ച് വരും. അങ്ങനെയാണ് നമ്മളെ സ്വർഗസ്ഥലങ്ങളിലാകുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും അല്ലേ, ഇതെല്ലാം ആ ഹെവൻലി മേഖലയിലാണ്, സ്വർഗീയമാകും. അങ്ങനെയാണ് നമ്മൾ സ്വർഗീയന്മാരാകുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ, രാത്രി അപ്പോൾ വലിയ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ നമ്മളവിടെ ഇരിക്കുന്നത്. കാരണം രാവിലെ ആണെങ്കിൽ പിന്നെ 24 മണിക്കൂറുണ്ട്. ഇത് സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇതിനെ കരുതണം. ഇത് ചുമ്മാതെ എടുത്ത് പന്നിയെപ്പോലെ ജീവിക്കാനല്ല, ഇത് വളരെ സൂക്ഷ്മതയോട് ജീവിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ സമർപ്പിക്കണം. ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങളെ തന്നെ ഞാൻ ഓർത്തോണം. മതി. അത് ബൈബിളിലെ ഒരു വലിയ ഡീപ്പർ പ്രിൻസിപ്പിളാണ്, വിത്ത് സീഡിൻ്റെ പ്രിൻസിപ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ പഴയത് മരിച്ചലേ ഒക്കത്തുള്ളൂ, പഴയത് മരിച്ചലേ ഒക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ.
അല്ലേ? ക്രിസ്തു ജീവിക്കാൻ. അപ്പോൾ നിങ്ങൾ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചോളൂ. അപ്പോൾ പഴയത് മരിക്കുമ്പോൾ ഈ ആയുധങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഇനിയും പാപത്തിനല്ല നീതിക്കാണ് സമർപ്പിക്കുന്നത്. അല്ലേ? നീതിക്ക് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തിയില്ല. അപ്പോൾ കൃപയ്ക്ക് അധീനരാകും. പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത്, അതാണ് എഴുതപ്പെട്ട പ്രമാണം. ന്യായപ്രമാണം ഉദ്ദേശിക്കുന്നത് എഴുതപ്പെട്ട പ്രമാണം. പിടിക്കരുത്, രുചിക്കരുത്, തൊടരുന്നൊക്കെ നമ്മൾ യാത്രയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും പറയും ഇതൊക്കെ കണക്ക്. അപ്പോൾ അങ്ങനെയൊരു ചിന്തയുണ്ട്. ഇപ്പം പിന്നെ എന്ത് വേണേലും കാണിക്കാം. എന്നിട്ട് കൃപ കവർ ചെയ്യും. കൃപ കവർ ചെയ്യുന്നൊരു മേഖലയുണ്ട്, കൃപയ്ക്ക് അധീനരാകുന്നൊരു മേഖലയുണ്ട്. ശ്വാസമുള്ള നീതീകരണത്തിലാണ് കൃപ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം കവർ ചെയ്യുകയല്ല, കളഞ്ഞു. എന്നാൽ നീതീകരിക്കപ്പെട്ട ഒരവന് നീതിയിൽ ജീവിക്കണമെങ്കിൽ കൃപയ്ക്ക് അധീനരാകണം. അതാണ് എൻ്റെ വ്യത്യാസം. കൃപയ്ക്ക് അധീനരാകുമ്പോൾ ഉള്ള സംഭവമാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 2:12 മുതൽ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശ മാറി മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തും. ഇതാണ് കൃപയ്ക്ക് അധീനരാകുക. അല്ലേ? കൃപയ്ക്ക് അധീനം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധം, ആത്മീക സുബോധം, അല്ലാതെ ഇന്ന് കാണുന്ന ഭ്രാന്തല്ല. ഇന്ന് വിശ്വാസി എന്ന് പറഞ്ഞാൽ, ദൈവമക്കളെന്ന് പറഞ്ഞത് ഭ്രാന്തന്മാർ, ആത്മീക ഭ്രാന്തന്മാർ. ഭ്രാന്തിന് വല്ല ലെവലും ഉണ്ടോ? ഒരു ലെവലും ഇല്ല. അങ്ങനെ ഹല്ലേലൂയ. അപ്പോൾ ആത്മീക ഭ്രാന്തന്മാർ, ആത്മീകമായിട്ട് സുബോധമില്ലാതെ, മതമിളകിയത്. അല്ലേ? മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മതം ആനയ്ക്ക് മതം എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യുന്ന മതം. മതത്തിന് കുഴപ്പമില്ല, അല്ലേ? നമുക്കും ഉണ്ട്. ഈ ഡ്രമ്മിൻ്റെ അവിടെ ഏതോ ഉണ്ട് ഒരു സാധനം, അത് നമുക്ക് മതമുണ്ട്. അതിന് തകരാറ് വീഴാൻ നേരെ നിൽക്കാനൊന്നും പിന്നെ ആട്ടം തുടങ്ങും. അല്ലേ? ഇപ്പം മതം ഇളകുമ്പോഴാണ് കുഴപ്പം. ഇപ്പോഴും ബാലൻസ് തെറ്റും. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. അപ്പോൾ കൃപ ഡെഫിനറ്റ്ലി തേജസ്സിലേക്കുള്ള യാത്രയ്ക്ക് ഇതൊരു ഭാഗം. അതായത് നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ അവയവങ്ങളെ നീതിക്ക് സമർപ്പിക്കും. ഇത് പ്രാർത്ഥിക്കണം. പ്രാരംഭത്തിൽ നീതിക്ക് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതാവേ പിന്നെ ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുമ്പോഴൊക്കെ വീണ്ടും സമർപ്പിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമർപ്പണം. റോമർ 6:15. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുക. അപ്പോൾ അന്നും ഈ കൂട്ടറുണ്ട്, ഇല്ല? ഇപ്പോഴത്തെ ഈ കൂട്ടറുണ്ട്. എന്തെങ്കിലും ഇത് പറഞ്ഞ ഉടനെ പാപം എന്നുള്ള, അല്ലേ? മോളി 5-ാമത്തെ അധ്യായത്തെയാണ്. അതായത് ലംഘനം പെരുകിയെടുത്ത്, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ പാപം ചെയ്തോളെ. അതിന് മറുപടിയായിട്ടാണ് നാം എന്തുകൊണ്ട് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നാളും വരുത്. നിനക്ക് ഒരു ലഗാനുമില്ലത്ത് നീ പാപം ഏറ്റു പറഞ്ഞ് മുൻപോട്ട് വന്നപ്പോൾ ഞാനതെല്ലാം ക്ഷമിച്ചു. അതുവരെ ചെയ്ത പാപമെല്ലാം ക്ഷമിച്ചു. എന്നിട്ട് ഇനിയും പാപം ചെയ്ത് ജീവിക്കുവാനായിട്ടല്ല നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പാപത്തിൽ നിന്ന്, പാപസംബന്ധമായി മരിക്കുവാനും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുവാനും. അല്ലേ? അപ്പം കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിനാണ് ഞാനിത് എഴുതുന്നത്. അപ്പോസ്തലൻ പാപം ചെയ്യാതെ അഥവാ പാപം ചെയ്തുവെങ്കിലോ കാര്യസ്ഥനായിട്ട് പ്രായശ്ചിത്തം ഉണ്ട്. അതുകൊണ്ട് പാപം ചെയ്ത് ജീവിക്കാനല്ല,
നീ ആദ്യ സമയങ്ങളിൽ നിനക്ക് യേശു കർത്താവ് ഉണ്ട്, മഹാപുരോഹിതനുണ്ട്. എന്നാൽ ഈ പ്രോസസ്സിൽ എന്ത് സംഭവിക്കണം? പാപത്തിൽ നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. കാരണം ഇതിന് പ്രൊവിഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇത് വായിക്കുക, ഇത് ചിന്തിക്കുക, ഇത് ധ്യാനിക്കുക, ഇത് പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരിക. 16-ാമത്തെ വാക്യം, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലേ? മൈ ലോർഡ്, ഭയങ്കര വാക്യം അല്ലേ? നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പാപത്തിൻ്റെ ദാസന്മാർ. പാപത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുക. ആർക്കാണ് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്? അവരുടെ ദാസൻ അല്ലേ? നാവിന് കൺട്രോളില്ല, പിന്നെ കണ്ണിന് കൺട്രോളില്ല, ചെവി കൺട്രോളില്ല, മനസ്സെല്ലാം കിടന്ന് പതറുകയാണ്. അപ്പോൾ നമ്മൾ റിയലി നമ്മളെ തന്നെ ആർക്ക് സമർപ്പിച്ചിരിക്കുക? പാപത്തിന് സമർപ്പിച്ചിരിക്കുക, പാപത്തിൻ്റെ ദാസന്മാർ. അപ്പം അങ്ങനെ ഉള്ളവരോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ നീതിക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുക. നിങ്ങൾ നീതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ നീതിക്ക് ദാസന്മാരായിട്ട് തീരും. എന്നിട്ട് 22-ാമത്തെ വാക്യം അനേക കാര്യങ്ങളുണ്ട്, ഉപദേശ രൂപത്തിൽ എല്ലാം ഉണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ച്, എല്ലാവരും റിക്വയർഡാണ്. 6-ാമത്തെ അധ്യായം എല്ലാവരും വായിച്ച് ധ്യാനിച്ച് ഉൾക്കൊണ്ടോണം. എന്നിട്ട് അതിൽ ജീവിക്കണം. 22 എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച, സ്വാതന്ത്ര്യം മോചനമല്ല, ഫൊർഗിവ്നെസ് അല്ല, ഫ്രീഡം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. അതിൻ്റെ അന്തമാണ് നിത്യജീവൻ അല്ലേ? നിത്യജീവനെ പിടിച്ച് ആദ്യം കേട്ടരുത്. നിത്യജീവനുണ്ട്, പക്ഷേ ഇതാണ് എൻ്റെ റോഡ് മാപ്പ് അല്ലേ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസൻ, അടിമ, നീതിക്ക് അടിമ ആയിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം ശുദ്ധീകരണമല്ല, വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. അതിൻ്റെ അന്തമാണ് നിത്യജീവൻ. എന്നിട്ട് പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇത് പിന്നെ ദൈവമക്കൾക്ക് എഴുതുന്ന അധ്യായമാണ്, 6-ാമത്തെ അധ്യായം, സ്നാനപ്പെട്ടവർക്ക് എഴുതുന്ന. അവിടെയും അത് പാപത്തിൻ്റെ ശമ്പളം. പിന്നെ പാപം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ശമ്പളം മരണമാണ്. അപ്പോൾ പാപം ചെയ്യാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ മാർഗത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ പ്രൊവിഷനുണ്ട്. നമ്മൾ പാപം, നമുക്കറിയാം, നമുക്ക് ബലഹീനതകളുണ്ട്. നമ്മൾ പാപം ചെയ്താൽ നമ്മുടെ നീതിമാനായിട്ടുള്ള മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമുണ്ട്. നമ്മുടെ ബലഹീനതകൾ സാധാരണ കാണിപ്പാൻ കഴിയാത്തവന് അല്ല. പക്ഷേ നമ്മുടെ അരുമനാഥൻ അറിയാം, പാപം ഒഴിക്കാതെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. സോ ഹി നോസ്. നമ്മളെ കളയല്ല. ഞാൻ ഈ അതിൻ്റെ എക്സ്ട്രീം ലെവൽ പറയുന്നത്, ഒരു ബോധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ അല്ലേ, ഇത് വെറും ഒരു ചടങ്ങാക്കി പിന്നെ നമ്മൾ ഉള്ള പാപം എല്ലാം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജീവിക്കുവാൻ ആഗ്രഹിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആത്മാവിൻ്റെ അനുസരണയിൽ പടിപടിയായിട്ട് വളരുന്നവർ ഒരിക്കലും കർത്താവ് കൈവിടത്തില്ല. നമ്മളല്ല ദൈവമല്ല നമ്മളെ നരകത്തിലേക്ക് വിടുന്നത്, നമ്മുടെ തീരുമാനം. ദൈവം എല്ലാവരും മാനസാന്തരപ്പെട്ട ഈ ജീവിതപാതയിൽ, കാരണം ഈ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, അതാ ദൈവം നമ്മളോട് പറയുന്നത്. ഇത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, ഇത് സ്വർഗീയ ജീവിതം അല്ലേ? നമ്മളിലുള്ള ആ പഴയ മനുഷ്യനാണ് പറഞ്ഞത് വലിയ പ്രയാസമാണ്, ഇത് എക്സ്ട്രീമാണ്, ഇങ്ങനൊന്നും ജീവിക്കേണ്ട, കൃപയുണ്ടല്ലോ എല്ലാം കവർ ചെയ്തോളൂ, ഇതൊക്കെ പറയുന്നത് പഴയ കള്ളനാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിശുദ്ധിയിലും വേർപാട് ജീവിക്കാനുള്ള വിളിയ സ്വർഗീയന്മാരായിട്ട് ജീവിക്കേണ്ട ജീവിതം. വീണ്ടും ചളിക്കുഴി വീണേണ്ടവരല്ല, സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെപ്പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. ഹല്ലേലൂയ. നമുക്കൊരായുസ് തന്നിരിക്കുന്നത് സത്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ ജീവിക്കണം, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. എയ്മൻ TV നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ. സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ TV നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള.